വർഷത്തിലൊരിക്കൽ ഈ ഒരു പോക്ക് പതിവാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഇതേപോലെ പറമ്പിലേക്ക് വന്നിട്ട് ഓലമടലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോട്ടോ. എല്ലാ കൊല്ലവും ഇതാണ് കേട്ടോ നമ്മൾ വിറകായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ ആൾ താമസമില്ലാത്ത വീടുണ്ട് കേട്ടോ. അതിന്റെ മേലെ നിറച്ച് മുട്ടപ്പഴമാണ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. അകത്തേക്ക് കയറാൻ ഒടുക്കത്തെ പേടിയായ കാരണം ഞാൻ പുറത്തന്നെ ഇരുന്നു കേട്ടോ. ഇതിന്റെ ബാക്കിൽ നല്ല ഭംഗിയുള്ള ഒരു കുളം ഉണ്ട് കേട്ടോ. അമ്മ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഞാൻ ഇവിടെ കുളത്തിന്റെ കാര്യം വന്നിരുന്നിട്ട് കല്ലെറിഞ്ഞ് കളിക്കായിരുന്നു കേട്ടോ. കുറെ നടക്കാനുണ്ടെങ്കിലും ഇവിടുത്തെ പറമ്പിലേക്ക് വരാൻ എനിക്ക് നല്ല ഇഷ്ടമാട്ടാ. കാരണം വൈകുന്നേരമൊക്കെ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടാ. പിന്നെ ഇവിടെ ആർക്കും വേണ്ടാത്ത കുറച്ച് മാവും മാങ്ങകളും ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞാനും ഇതേപോലെ പൊട്ടിച്ചെടുക്കാറുണ്ട് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. കിട്ടിയ മാങ്ങയുടെ മണ്ടയ്ക്ക് എന്നെ നോക്കി കടിച്ചുട്ടാ. സബാഷ് എന്റെ പല്ലിലും ചുണ്ടിലും മൊത്തം കറയായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന അതേ ചെമ്മിൻകെട്ട് തന്നെയാട്ടോ ഇത്. ഈ സാധനം അറിയാണ്ട് പോലും തട്ടെടുത്തിട്ടാ ചൊറിഞ്ഞിട്ട് പണ്ടാറടങ്ങുവേ. ഇതൊന്നും ഞങ്ങൾ എടുത്തോണ്ട് പോണതല്ല കേട്ടോ. പറമ്പിന്റെ ഓണറോട് ചോദിച്ചു മേടിക്കണതാട്ടോ. 2 മടലെടുത്ത് ഞാനും സഹായിച്ചു കേട്ടോ. അങ്ങനെ വിറകെല്ലാം പറക്കി കൂട്ടി ഒരു സൈഡിൽ ഒതുക്കി വെച്ചപ്പോഴത്തേനും അച്ഛൻ വന്നുട്ടോ ഞങ്ങളെ വിളിച്ചോണ്ട് പോവാൻ. വരണ വഴിക്ക് വിനയാന്റിനെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.